കോഴിക്കോട് നിന്ന് പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുമ്പോൾ കോഴിക്കോട് കുരിക്കത്തൂരിൽ വീടിനുള്ളിൽ സ്ഫോടനം. പടക്ക നിർമ്മാണത്തിനിടെയാണ് സ്ഫോടനം ഉണ്ടായതെന്ന് സൂചന. സ്ഫോടനത്തിൽ 2 പേർ മരിച്ചു, 4 പേർക്ക് ഗുരുതര പരുക്ക്. കാണുന്ന പടകങ്ങളൊക്കെ കാണുന്നുണ്ട്, പക്ഷേ ബോഡികളൊക്കെ കിട്ടിയിട്ടുള്ളത് ഒരുപാട് ശവശരീരം അടുത്ത വീടുകളിലേക്ക് എത്തുന്ന അത്രയും ഉഗ്രസ്ഫോടനമാണ് നടന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഏത് രീതിയിലാണ് അത്രയും ഉഗ്രസ്ഫോടനം നടക്കണമെങ്കിൽ സാധാരണ പടകമാണോ അല്ല അതിനപ്പുറത്തേക്കുള്ള ഉഗ്രശേഷിയുള്ള ഏതെങ്കിലും സാധനങ്ങളുണ്ടോ ഒക്കെ സമഗ്രമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനിവാര്യമാണ്. കാരണം ഈ പ്രദേശത്തെ ജനങ്ങൾ മുഴുവൻ വലിയ ഭീതിയിലാണ്. കാരണം ഇതുപോലെ രീതിയിലേക്കുള്ള ഇത്രയും ഇത്രയും ദിവസം ആരും അറിയാതെ പ്രവർത്തിച്ചു എന്ന് പറയാൻ ഒരു വിശ്വാസം വരാത്ത രീതിയിലേക്കാണ് ആളുകളൊക്കെ തന്നെ പറയുന്നത്. കാരണം ഇത് കൃത്യമായിട്ടൊരു പടകത്തിൻ്റെ യൂണിറ്റ് കിട്ടണമെങ്കിൽ അതിന് നിർമ്മാണ പ്രവർത്തനത്തിന് വേണമെങ്കിലൊക്കെ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്. പക്ഷേ ആ മാനദണ്ഡങ്ങളൊക്കെ ഒറ്റ നോട്ടത്തിൽ തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ടിട്ടുള്ള ഒരു നിർമ്മാണവും അതിൻ്റെ വിതരണം ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിക്കണം. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് അജയ് കുഞ്ഞുമോനാണ് ചേരുന്നത്. അജയ്, 2 പേർ മരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ആ സ്ഫോടനത്തിന്റെ തീവ്രത എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ 4 പേർക്ക് പരുക്കിയെന്ന് മനസ്സിലാക്കുന്നു. ഇനിയും ആ വീടിനുള്ളിൽ എത്ര പേരുണ്ട് എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു അറിയുന്നില്ല. അങ്ങനെ എന്തൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ? ഏതൊക്കെയാണ്? ശ്രീനിധി, വീട്ടിൽ ആരുമില്ല. വീട്ടിലുണ്ടായിരുന്ന 5 പേരെയാണ് ഈ അപകടം നടന്ന ഉടനെ തന്നെ അവരെ മാറ്റുകയാണ്. രാഹുൽ മരണപ്പെട്ടത്, ഒരാളുടെ പേര് രാഹുൽ എന്നാണ്. മറ്റേത് രണ്ടാമത് മരണപ്പെട്ട ആളുടെ പേര് രാഹുൽ എന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് നമുക്ക് ലഭിച്ച വിവരം. ചികിത്സയിലുള്ളവരുടെ പേരുകൾ ഇങ്ങനെയാണ്: വിഷ്ണുവിൻ്റെ ഭാര്യ സിനി, ഷിജിത്ത് എന്നിവരാണ് ഉള്ളത്. ഇവർ കോട്ടയം പാല ഉഴുവൂർ സ്വദേശിയാണ് സിമി. രാഹുൽ എന്ന് പറയുന്ന ആൾ രാമനാട്ടുകര, കോഴിക്കോട് രാമനാട്ടുകര തന്നെയാണ് ഈ രാഹുലിൻ്റെ വീട്. പരിക്കേറ്റ് വിഷ്ണു മുണ്ടക്കത്താഴം, അതായത് കോഴിക്കോട് തന്നെയാണ് വിഷ്ണുവിൻ്റെ വീട്. വിഷ്ണുവിൻ്റെ അനിയനാണ് രാഹുൽ. അതായത് ഈ മുണ്ടക്കത്താഴത്തിൽ താമസിക്കുന്ന മരണപ്പെട്ട രാഹുൽ എന്ന് പറയുന്ന വ്യക്തിയുടെ അഡ്രസ്സ് മുണ്ടക്കത്താഴം, കോഴിക്കോട് തന്നെ സ്വദേശി തന്നെയാണ്. അങ്ങനെ 2 രാഹുലാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഈ രാഹുലിൻ്റെ സഹോദരനാണ് വിഷ്ണുവിനും പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ 3 പേരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. വൈകിട്ടാണ് ഇത്തരത്തിൽ അപകടം നടന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ നേരത്തെ നമ്മൾ കണ്ടതാണ്. ഈ ഓലപ്പടക്കം പോലുള്ള പടക്കമാണ് ഇവിടെ നിർമ്മിക്കുന്നത്. അതിൻ്റെ ബോക്സുകൾ നമുക്കിപ്പോഴും കാണാം. ഈ കാണുന്ന പടക്കങ്ങളാണ് ഇവിടെ ഇവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, അതിനോടനുബന്ധിച്ചുള്ള ഈ പടക്കവുമായി ബന്ധപ്പെട്ടുള്ള ഉപകരണങ്ങളും ഇവിടെയുണ്ട്. ഇതാണ് ഈ പൊട്ടിത്തെറിച്ച് ഈ വീട്ടിൽ വലിയ ഒരു സ്ഫോടനം ഉണ്ടാകുകയും 5 പേർക്ക് 3 പേർക്ക് പരിക്കേൽക്കുകയും അതിൽ 2 പേർ മരണപ്പെടുകയും ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. മരണപ്പെട്ട ഒരാളുടെ പേര് രാഹുലാണ്. രാഹുൽ കോഴിക്കോട് രാമനാട്ടുകര പാറമൽ സ്വദേശിയാണ് രാഹുൽ. മറ്റൊരാൾ സിമി ആണ്, പരിക്കേറ്റതാണ് സിമി. മറ്റൊരാൾ പരിക്കേറ്റ വിഷ്ണുവിൻ്റെ അനിയനാണ് രാഹുൽ. വിഷ്ണുവിൻ്റെ ഭാര്യയാണ് സിനി എന്ന് പറയുന്ന ആൾ. ഈ സിനിയുടെ വീട് പാലയിലാണ്, കോട്ടയം പാല ഉഴുവൂർ സ്വദേശിയാണ് സിനി എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഷിജിത്ത് പരിക്കേറ്റ മറ്റൊരാളാണ്. ഷിജിത്ത്. അതോടൊപ്പം തന്നെ അറിയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിലൊരു വീടിനുള്ളിൽ പടക്ക നിർമ്മാണശാല പ്രവർത്തിക്കുമ്പോൾ കൃത്യമായ ലൈസൻസ് ഉണ്ടോ, അത്തരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടോ, അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമാണോ? ഈ ഘട്ടത്തിൽ പ്രാഥമികമായി അതെനിക്ക് നൽകാൻ കഴിയില്ല ശ്രീനിധി. കാരണം കൃത്യമായി തന്നെ നമുക്ക് ഗവൺമെൻറ് ഒഫീഷ്യലിൽ തന്നെയാണ് ആ വിവരങ്ങളൊക്കെ തന്നെ നമുക്ക് നൽകേണ്ടത്. ഈ ഘട്ടത്തിൽ പ്രാഥമികമായി അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും തന്നെ നമുക്ക് ലഭ്യമാകുന്നില്ല. ഇപ്പോൾ ഈ വീട് കാണാൻ കഴിയും. ഇത് വളരെ പഴക്കം ചെന്നൊരു വീടാണ്. ഈ വീട്ടിലാണ് ഇത്തരത്തിൽ ഇവർ പടക്ക നിർമ്മാണം നടത്തിയിരുന്നത്. അതിൽ കൃത്യമായി ലൈസൻസ് ഉണ്ടോ മറ്റേതെങ്കിലും ഉണ്ടോ എന്നുള്ളതൊന്നും തന്നെയും അറിയത്തില്ല. ഈ ഘട്ടത്തിൽ പ്രാഥമികമായി നമുക്ക് അത് നൽകാൻ കഴിയില്ല. എന്തായാലും പരിക്കേറ്റ മറ്റു 3 പേരുടെ നില ഗുരുതരമാണ് എന്നുള്ള അവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അതിൽ 2 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ നൽകുന്നത്. ഇത് ഓടുകൊണ്ട് ഉള്ള ഒരു വീടാണ്. ആ വീട്ടിലാണ് ഇത്തരത്തിൽ അപകടം നടന്നത്. ഈ സംഭവം അറിഞ്ഞു കഴിഞ്ഞ് നിരവധി നാട്ടുകാരടക്കം ഇങ്ങോട്ട് തടിച്ച് കൂടിയിട്ടുമുണ്ട്. ഇപ്പോൾ നാട്ടുകാർ പറയുന്നതനുസരിച്ച് 10 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു അപകടം സംഭവിച്ചത്. അത് ദൃക്സാക്ഷികൾ പറയുന്നത് അങ്ങനെയാണ്. 10 മണിക്കാണ് ഇത്തരത്തിൽ ഈ അപകടം സംഭവിച്ചതെന്നടക്കമുള്ള കാര്യങ്ങളാണ് അവർ പ്രധാനമായും പറയുന്നത്. ഏതായാലും അനധികൃതമായി സൂക്ഷിച്ച പടക്കമാണ് പൊട്ടിത്തെറിച്ചത് എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ പ്രാഥമികമായി നമുക്ക് നൽകാൻ കഴിയുകയുള്ളൂ. അത് നേരത്തെ ശ്രീനിധി സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ എന്തെങ്കിലും തരത്തിലുള്ള ഇതുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിയാൻ കഴിയില്ല.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.